ഒത്തൊരുമയുടെ പര്യായമായ കോൺഗ്രസ്. ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ നിന്നൊരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ്. ഇതാ കണ്ണൂർ സിംഹം കെ സുധാകരൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറയാം, മത്സരിക്കും മത്സരിക്കും മത്സരിക്കും. ഞാൻ മത്സരിക്കണ്ട എന്ന് പറയാൻ ആർക്കാണ് ഇവിടെ അവകാശമെന്ന്? 100% കണ്ണൂര് ഞാൻ ഉണ്ടാകുമെന്ന് പറയുകയാണ്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളിലൂടെയാണ് കോൺഗ്രസ് ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത് എന്ന് രാഷ്ട്രീയ കേരളമേ നിങ്ങൾ ചിന്തിക്കൂ. 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം UDF എന്ന് പറയുന്ന വലിയ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു റോൾ മോഡലായി മുമ്പോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യത്തിലാണ് വീണ്ടും അധികാരം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിൽ ഇവർ ചുറ്റിത്തിരിയുന്നത് എന്നുള്ളതാണ്. സീനിയർ നേതാക്കളാവട്ടെ, ജൂനിയേഴ്സ് ആകട്ടെ, ആരുമാകട്ടെ, ആർക്കും വേണ്ടത് അധികാരം, സർവത്ര അധികാരം, പണം, ആ ഒരു അഹങ്കാരം, അതിൽ ചുറ്റിത്തിരിയുകയാണ് കോൺഗ്രസ് എന്നുള്ളത്. ഇത് അവസാന ബസ്സാണ്, ഇതിൽ കയറിയില്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ ഒരു ബസ് ഉണ്ടാവില്ല യാത്ര ചെയ്യാൻ എന്ന് പറഞ്ഞ് അവസാന ലാപ്പിലേക്ക് ഓടുന്നു എന്ന് കോൺഗ്രസ് കരുതി വെച്ചിരിക്കുന്ന അവസരത്തിൽ പോലും ഇലക്ഷൻ അടുക്കുമ്പോൾ, അവസാന മണിക്കൂറുകളിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തുമ്പോൾ അധികാര വടംവലിയാണ് കോൺഗ്രസിൽ നടക്കുന്നത്. ഒരു രക്ഷയുമില്ല, കോൺഗ്രസിനെ പിടിച്ചു നിർത്താൻ ആർക്കും ആവുന്നില്ല എന്നുള്ളതാണ്. ശൈലജ ടീച്ചർ പേരാവൂര് മത്സരിക്കുന്നു, ശൈലജ ടീച്ചറിനെ തേച്ചൊട്ടിച്ചിരിക്കുന്നു, ശൈലജ ടീച്ചറിനെ പിണറായി ഒതുക്കിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴും കോൺഗ്രസ്സുകാരോട് UDF-നോട് ഒറ്റ ചോദ്യമുള്ളൂ, ഒരെതിർ ശബ്ദം പോലും KK ശൈലജയിൽ നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത്. മാത്രവുമല്ല, ഷംസീർ അടക്കമുള്ള നേതാക്കൾ, MM മണി അടക്കമുള്ള നേതാക്കൾ ഇത്തവണ സീറ്റില്ല എന്ന് കേന്ദ്ര നേതൃത്വം, സംസ്ഥാന നേതൃത്വം പറയുമ്പോഴും അതിനൊപ്പം നിൽക്കുന്നു, അവശബ്ദം പോലും ഉണ്ടാക്കാതെ. ഇത് പാർട്ടി വേറെയാണ് ഹേ. കൃത്യമായി പാർട്ടി പറയുന്നത് കേട്ട് കേഡർ സംവിധാനത്തിന്റെ ഉത്തമോദാഹരണമായി 10 വർഷം ഭരണം പൂർത്തിയാക്കി 11ാം വർഷം 3ാം ടൈം തുടങ്ങാനായി പിണറായി ഒരുങ്ങുമ്പോൾ ഇപ്പോഴും കേരളത്തിൽ അടിപ്പടലമാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇതൊരു സിംഗിൾ ഡാൻസ് അല്ല, ഗ്രൂപ്പ് ഡാൻസ് ആണ്, സംഘനൃത്തമാണ് ഇവിടെ വേണ്ടത്. ഞാൻ വേദിയിൽ വെച്ച് ഇത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടാവുന്നതെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്നോട് ക്ഷമിക്കണമെന്ന് കേന്ദ്ര നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് പോലും പറയേണ്ടി വന്നെങ്കിൽ അത്രമേൽ അടപടലം മൂഞ്ചി കുത്തിയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കോൺഗ്രസ് ഇപ്പോഴും പോകുന്നത് എന്ന് പറയാതെ വയ്യ. 100% ഉറപ്പിച്ച് പറയാം, കോൺഗ്രസിന് ഭരണം കിട്ടുകയില്ല. കിട്ടിയാൽ അന്ന് തുടങ്ങും ഓരോ വകുപ്പിന് വേണ്ടിയുള്ള അടി, കയ്യെട്ടുവാരലുകൾ, അഴിമതികൾ. മുഖ്യമന്ത്രി കസേരയുടെ അടി തീരാൻ മിനിമം 3 മാസമെങ്കിലും എടുക്കുമെന്ന് ഉറപ്പാണ്. ആകപ്പാടെ കോൺഗ്രസ് മുന്നണിയിൽ, UDF മുന്നണിയിൽ ഒരു ഐക്യം കാണിക്കുന്നത്, ഒരു സ്വസ്ഥവും സമാധാനവുമായി മുന്നോട്ട് പോകുന്നത് ഒരു പരിധിവരെയെങ്കിലും മുസ്ലിം ലീഗാണെന്ന് പറയേണ്ടവരും. കണ്ടുപഠിക്കണമെന്ന് പറയാൻ ഞങ്ങൾ നിൽക്കുന്നില്ല കോൺഗ്രസെ. കാരണം കണ്ടുപഠിക്കാനും വേണം ഒരാർജവം, കണ്ടുപഠിച്ച് അത് പ്രാവർത്തികമാക്കാനും വേണം സാമാന്യ ബുദ്ധി. അത് നിങ്ങൾക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ